ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നമ്മൾ എന്ത് വളമാണ് കൂടുതൽ ഇടുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കുറച്ചാൾ മുന്നേ പ്രൂൺ ചെയ്ത അഡീനിയം പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ വളം ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആ ഒരു പ്ലാന്റ്സിന്റെ ആ ഒരു ചുവട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കുത്തിയിളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് കുത്തിയിളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മണ്ണ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കും. സോ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും വളമൊക്കെ ആഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അല്ല, ഞാൻ മെയിനായിട്ട് ഇടുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ മാത്രം ഞാൻ ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സിനും ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ വളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് ഈ ഒരു ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അഡീനിയം പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വെള്ളമൊന്നും ഒഴിച്ചെടുക്കാറില്ല. ആ ഒരു മണ്ണ് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഡെയിലി വെള്ളം ഒഴിക്കുന്ന ആൾക്കാരുണ്ട്, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.